പേടിക്കാൻ വേണ്ട, പേടിക്കണ്ട, അതിന് മാത്രമൊന്നും വരില്ലല്ലോ. പേടിക്കണ്ട കേട്ടോ. അതേ ടൈമിൽ പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മലയാള എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം മെറ്റൽ വെച്ചിട്ട് ഒരു അടിപൊളി റോക്കറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. കൊറോണ കാലമൊക്കെ അല്ലേ, എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ സേഫ്റ്റി ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പം ഇത്രയും കാലമായിട്ട് വീഡിയോ ഇതിനകത്തിന് സോറി ചോദിക്കുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കെമിക്കലായിട്ട് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പേരാണ് സോഡിയം മെറ്റൽ. എന്ന ശാസ്ത്രീയനാമമുള്ളൊരു സാധനമാണിത്. അത്യാവശ്യം ഒരു ഫയറൊക്കെ വരുന്നൊരു സാധനമാണ് കേട്ടോ, വാട്ടറുമായിട്ട് ചേരുമ്പോൾ. അപ്പം ഇത് കാണാനൊക്കെ അത്യാവശ്യം നല്ല ലുക്കുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയില്ല. ഇത് വെള്ളമായിട്ട് ചേരുമ്പോഴാണ് ഇത് ശരിക്കും ഇതിൻ്റെ പവർ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് പരീക്ഷ നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ സനു മച്ചാൻ റെഡി ആയിരിക്കുകയാണ് ഇത് അഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സേഫ്റ്റി തന്നെയാണ് ഈ സാധനം വരുന്നത്. നിങ്ങളും അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മിനിമം ഒരു ഗ്ലൗസും ഉപയോഗിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയ്യുമായിട്ടൊക്കെ ചേരുമ്പം എന്തായാലും ഒരു കെമിക്കലല്ലേ, എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പം ഞങ്ങളിത് കയ്യിലൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു കോമ്പസ്. നമ്മുടെ അടുത്ത് വലിയ കെമിക്കൽ ഐറ്റംസ് ഒന്നുമില്ല. അപ്പം നമ്മളൊരു കോമ്പസ് വെച്ചിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇത് ഏകദേശം ഒരു വെളുത്ത കട്ട രൂപത്തിലാണ് ഇരിക്കുന്നത്. ഒരു ശരിക്കും പക്ഷേ ഇതിന് വലിയ കനമൊന്നുമില്ല. ഒരു സാധാരണ മെറ്റലാണിത്, സോഡിയം മെറ്റൽ എന്നല്ല. അപ്പോൾ ഒരു ലോഹമാണ്. അപ്പോൾ ലോഹത്തിൻ്റെ അത്ര കനമൊന്നും ഇതിനില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെറിയ ഇതിലൊന്ന് പരീക്ഷ നോക്കാം. ഇതിൻ്റെ എഫക്ഷൻ എത്രയുണ്ട് നമുക്കറിയണം. നമുക്കിത് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ പരിപാടികളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ബിക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുഞ്ഞു പീസ്, അത്ര വലുതൊന്നും കേട്ടോ, കുഞ്ഞു പീസ് നമുക്ക് ഇട്ടുനോക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തീ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. എൻ്റെ മോനെ നല്ല രീതിയിൽ തന്നെയാണ് പൊട്ടിയിരിക്കുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല, അത്ര നല്ല രീതിയിൽ തന്നെയാണ് പൊട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ടായിരുന്നു ആ സൗണ്ട് പൊട്ടലിന്. നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു ചെറിയ പീസിന് ഇത്രത്തോളം എഫക്ഷൻ ഉണ്ടെങ്കിൽ ഒരു വലിയ പീസൊക്കെ ഇട്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ എഫക്ഷൻ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് നമ്മൾ റോക്കറ്റാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മളിനി നോക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ടായി തന്നെ നമുക്കൊരു കുഴി ഒഴിച്ചെടുക്കാം. നമ്മൾ റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം താഴെ നല്ലൊരു സ്റ്റാൻഡ് പോലെ ഒരു ബലം ഉണ്ടെങ്കിൽ ഞാൻ പൊക്കത്തേക്ക് എത്തണം. ഇനി അടുത്തായിട്ട് നമുക്കൊരു PVC പൈപ്പ് എടുക്കാം. അതിന് നമ്മളൊരു എൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സനു മച്ചാൻ നല്ല പരിശ്രമത്തിലാണ് കുഴി ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ എൻഡ് ഗ്യാപ്പ് ഒന്ന് പിടിപ്പിച്ച് നോക്കാം. എന്നിട്ട് നിലത്തൊന്ന് വെച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ കറക്റ്റ് നിൽക്കുന്നുണ്ടോ അറിയണ്ടേ. അപ്പോൾ വലിയൊരു ബലം പോലെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കുഴിച്ചിട്ടോ. കാരണം ഇത് റോക്കറ്റായിട്ട് പൊക്കത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം കുഴിച്ചിടുന്നത്. ഇനി നമുക്കൊരു ഫ്ലെക്സി കുക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ എൻഡ് ഗ്യാപ്പ് ഒന്ന് ഒട്ടിച്ചിടണം. കാരണം വെള്ളം ഇതിനുള്ളിൽ നിന്നാലേ ഇത് ഇടുമ്പോൾ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എൻഡ് ഗ്യാപ്പിൽ അത്യാവശ്യം ഫ്ലെക്സി കുക്ക് ആക്കിയിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഏറ്റവും അടിവശത്തായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റുവശത്ത് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും നോക്കണ്ട, നിലത്തൊക്കെ അടിച്ച് ഉറപ്പിച്ച് വെക്കാം. എന്നിട്ട് ചുറ്റിയോ കല്ലോ എന്തൊക്കെ വെച്ചാൽ ഉറപ്പിക്കുക. അപ്പം നമ്മൾ ഉറപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരേ ഒരു പരിപാടിയുള്ള ഇതിൽ വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഇനി വെള്ളം നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഞങ്ങൾ ഇത്രയും ഭാഗത്തോളം വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം അത് മതിയാവും. അപ്പോൾ നേരത്തെ നമ്മളൊരു ചെറിയ പീസാണ് ഉണ്ട്, അത്രത്തോളം എഫക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 പീസ് ഏകദേശം ഒരു നൂലിൽ കോർത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇടാൻ പോണേ. ഒരു പീസിൻ്റെ എഫക്ഷൻ നിങ്ങൾ നേരത്തെ കണ്ടു. അപ്പോൾ ഈ 3 പീസിന് എത്രത്തോളം എഫക്ഷൻ ഉണ്ടാവും നമുക്ക് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ പീസ് പൈപ്പ് നമ്മൾ നിലത്തുറപ്പിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെക്കാൻ പോകണം. ഈ ഗ്ലാസ് ആണ് ശരിക്കും റോക്കറ്റിൻ്റെ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വശത്തും നമ്മൾ ക്യാമറകളൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ അത്യാവശ്യം നല്ല പവറിലായിട്ട് ഇത് പോകുന്നത്.
പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും അത്യാവശ്യം ഇത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല, കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് ഇത് പോകണം കേട്ടോ. ക്യാമറ ഞങ്ങൾക്ക് അത്രത്തോളം അത് കിട്ടിയില്ല, അത് നല്ല ഹൈറ്റിലാണ് പോകണം. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കറക്റ്റ് ഒരു ഫയർ വരുന്നുണ്ടല്ലേ, നല്ല രീതിയിൽ തന്നെ ഫയർ വരുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് അടിച്ച് നോക്കാം. പേടിക്കാൻ വേണ്ട, പേടിക്കണ്ട. പേടിക്കണ്ട. അതേ ടൈമിൽ പറഞ്ഞ നമ്മുടെ ഗ്ലാസിൻ്റെ അവസ്ഥ പറ്റ ദയനീയമാണ്. നല്ല ചൂടായി നല്ല ഹീറ്റായിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചി എക്സ്പെരിമെൻറ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം ഇതേപോലത്തെ അടിപൊളി വെറൈറ്റി കണ്ടൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് അടിച്ചേക്ക്, അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്തേക്ക്. പിന്നെ എല്ലാവരുടെയും കമൻറ്റ് അത് മസ്റ്റാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള സന്തോഷമാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്, എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ പോയിട്ടേക്കുക. അപ്പം അതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.